തലശ്ശേരിയിൽ LDFിന് മികച്ച വിജയം ഉണ്ടാക്കുമെന്ന് LDF സ്ഥാനാർത്ഥി കാരായി രാജൻ 24നോട്. തനിക്കെതിരായ പഴയ കേസ് UDF കുത്തിപ്പോക്കിയത് സത്യം ജനങ്ങൾക്ക് വീണ്ടും അറിയാൻ അവസരമായി. SDPIക്ക് തലശ്ശേരിയിൽ സ്ഥാനാർത്ഥി ഉള്ളതുകൊണ്ട് LDFിന് SDPI വോട്ടുകൾ ലഭിക്കില്ലെന്നും കാനായി രാജൻ. തലശ്ശേരിക്ക് വലിയൊരു രാഷ്ട്രീയ ചരിത്ര പാരമ്പര്യമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് VR കൃഷ്ണയ്യരും SK പൊറ്റക്കാടും ഏറ്റുമുട്ടിയ ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഇക്കുറി അംഗത്തിനിറങ്ങുന്ന ഇടതുമുന്നണിക്ക് വേണ്ടി കാരായി രാജനാണ്. മുഖവുരകൾ ആവശ്യമില്ലാത്ത നേതാവിനോടാണ് ചോദ്യം. സ്വാഗതം 24ലേക്ക്. പ്രചരണത്തിൻ്റെ ആദ്യഘട്ടം ഏതാണ്ട് പിന്നിട്ടു. ഇനിയിപ്പോൾ ഉള്ളത് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. എന്താണ് അങ്ങയുടെ മനസ്സിലുള്ള ഒരു ഫീൽ? ഇപ്പോൾ ജനങ്ങളെല്ലാം വളരെ വർദ്ധിച്ച ആവേശത്തിലാണുള്ളത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി മൂന്നാം ഇടതുപക്ഷ ഭരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരായി രാജൻ എന്ന് പറഞ്ഞാൽ പൊതുവിൽ കേരളത്തിൽ അങ്ങേ അടുത്തറിയാത്തവർക്ക് മുൻപിൽ മറ്റൊരു ചിത്രം വരച്ചു കാട്ടിയിട്ടുണ്ട്. മാത്രവുമല്ല, ഒരു കേസിൻ്റെ പേരിൽ നാട് കടത്തപ്പെട്ട ഒരാളാണ്. അങ്ങ് കുറേ കാലം എറണാകുളത്തായിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിലെത്തി പൊതുപ്രവർത്തനത്തിൽ സജീവമായി. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് എത്തുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത്. ഈ പഴയ ഒരു കേസിൻ്റെ പേരിലുള്ള ഇപ്പോഴത്തെ അനുഭവം എങ്ങനെയാണ്? പഴയ കേസ് ഇപ്പോൾ UDFകാരോ ആരോ ഇപ്പോൾ കൊത്തിപ്പൊക്കിയത് നന്നായി എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ സത്യാവസ്ഥ ഒന്നുകൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അത് സഹായകമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പോറലും നമ്മൾ കേൾക്കില്ല. ഇത് കുത്തിപ്പൊക്കിയവർക്ക് എന്ത് പോറലേൽക്കുമെന്ന് അവരെ കരുതിയിരുന്നാൽ മതി. കോടിയേരിയുടെ നാട്ടിൽ നിന്നാണ്. എത്രമാത്രം കോടിയേരിയുടെ ഒരു വാക്വം മിസ് ചെയ്യുന്നു? കോടിയേരിയുടെ പേര് പറയുമ്പോൾ തന്നെ അത് ഓർക്കുമ്പോൾ നമുക്കൊരു മനസ്സിനകത്തൊരു വല്ലാത്ത വിങ്ങലുണ്ടാവുന്നുണ്ട്. ഇടതുപക്ഷത്തിൻ്റേതല്ലാത്ത വോട്ടുകൾ ഇക്കുറി കാരായി രാജൻ അനുകൂലമായി LDFിന് അനുകൂലമായി തലശ്ശേരി വരാൻ സാധ്യതയുണ്ടോ? ഒന്ന്, SDPI ഉൾപ്പെടെയുള്ളവർ അത്തരത്തിലുള്ളൊരു നിലപാട് എടുത്തിട്ടുമുണ്ട്. ഇടതുപക്ഷത്തിൻ്റേതല്ലാത്ത വോട്ടുകളൊക്കെ ഇത്തവണയും നമുക്ക് കിട്ടും. SDPIയുടെ വോട്ടും തലശ്ശേരിയിൽ സ്വാഭാവികമായും എങ്ങനെയായിരിക്കും വരുന്നത്? SDPI ഇപ്പോൾ അവരുടെ സ്ഥാനാർത്ഥിയൊക്കെ നിർത്തി വർക്ക് ചെയ്യുകയാണല്ലോ. അപ്പോൾ അത് അവരുടെ സ്ഥാനാർത്ഥിക്ക് തന്നെ പോകുന്ന ഒരു രീതിയാണ് കാണാൻ സാധിക്കുക. എല്ലാവിധ ആശംസകളും. ഓക്കെ, കാരായി രാജൻ വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നു, കോടിയേരിയുടെ വാക്വം അതൊരു വികാരമാണ്, അതും വലിയ രീതിയിലുള്ള ആവേശത്തിൽ വോട്ടായി മാറും. മറ്റൊന്ന്, ഇടതുമുന്നണിയുടേതല്ലാത്ത പൊതുജനങ്ങളുടെ വോട്ട് വലിയ തോതിൽ ഇക്കുറി തലശ്ശേരിയിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായി വരും. ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം തലശ്ശേരിയിൽ നിന്നും ദീപക് ധർമ്മടം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.